ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരമായ നമ്മുടെ ലാലേട്ടൻ നാളെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ജന്മദിനം ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇത്തവണ നമ്മുടെ ലാലേട്ടൻ ആരാധകർ മാത്രമല്ല, തിയേറ്റർ ഉടമകൾ മാത്രമല്ല, മലയാളികൾ ഒന്നാകെ സന്തോഷത്തിലാണ്. ലാലേട്ടന് സമീപകാലത്തൊന്നും തന്നെ ഇത്ര നല്ലൊരു ജന്മദിനം ഇനി കിട്ടാനായിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം അത്രത്തോളം ലാലേട്ടൻ നമ്മുടെ മലയാളികൾക്ക് ഒരു വലിയൊരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾ തിരിച്ച് ലാലേട്ടനും വലിയൊരു ഗിഫ്റ്റ് ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ തിയേറ്ററുകൾ എത്തിയ നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടന്റെ 2 വമ്പൻ സിനിമകളാണല്ലോ എമ്പുരാൻ, തുടരും എന്നീ സിനിമകൾ. ഈ 2 സിനിമകൾ കഴിഞ്ഞ 50-60 ദിവസങ്ങൾക്കിടയിൽ ആകെ കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത് 500 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസ് ആണ്. 490 കോടിയിലേക്ക് എമ്പുരാൻ എന്ന സിനിമയുടെ 265 കോടിയും തുടരും എന്ന സിനിമയുടെ നാളത്തെ ഉൾപ്പെടെയുള്ള കളക്ഷനായ 225 കോടി കൂട്ടുമ്പോൾ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തുടരും ഒരു 10 കോടി കളക്ഷൻ കൂടി നേടിയെടുത്താൽ വെറും 2 സിനിമകളിലൂടെ ലാലേട്ടൻ 500 കോടി വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രി ഒരു വർഷം നേടിയെടുക്കുന്ന ആകെ വേൾഡ് വൈഡ് കളക്ഷനാണ് നമ്മുടെ ലാലേട്ടൻ 2 സിനിമകളിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് കാണിച്ചു വന്നിരിക്കുന്നത്. മോളിവുഡിൽ ഇതുവരെ 100 കോടി കളക്ഷൻ ആദ്യമായിട്ട് കണ്ട ഭൂരിഭാഗം നടന്മാരും കഴിഞ്ഞ വർഷമാണല്ലോ ആദ്യം 100 കോടി കളക്ഷൻ കണ്ടത്. ഇനിയും 100 കോടി കളക്ഷൻ കാണാത്ത നടന്മാർ വരെ ഇതിനോടൊപ്പം തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. ആ സമയത്താണ് ലാലേട്ടൻ ഓരോ സിനിമകളിലൂടെ 200 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത് ഇപ്പോഴത്തെ 500 കോടിയോളം രൂപ 2 സിനിമകളിലൂടെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ ഇനിയും ലാലേട്ടന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുണ്ട് എന്ന് നേര് എന്ന സിനിമയുടെ വലിയ കളക്ഷൻ കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായതാണ്. എമ്പുരാന്റെ ബോക്സ് ഓഫീസ് പവറും കളക്ഷൻ എല്ലാം തന്നെ കണ്ട അന്തം വിട്ട അന്തം ഫാൻസ് പിന്നെ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയം ലാലേട്ടൻ ഇനി അഭിനയിക്കാനായിട്ട് പറ്റില്ല, അഭിനയം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാണ്. എന്നാൽ അതിനുള്ള മറുപടി വിമർശകർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത വേഗത്തിലായിരുന്നു തുടരുമെന്ന സിനിമയിലൂടെ ലാലേട്ടൻ നൽകിയത്. പല ഭാവപ്രകടനങ്ങളിലൂടെ, ഇമോഷൻ സീൻസിലൂടെ, ബാത്റൂം സീൻസ് അടക്കമുള്ള പല രംഗങ്ങളിലൂടെ നമ്മുടെ പ്രേക്ഷകരുടെ കണ്ണ് നനയിപ്പിക്കാൻ വരെ ലാലേട്ടന് സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ സിനിമയിൽ കാണുന്നതിനേക്കാൾ വലിയൊരു മാസ് മറുപടിയാണ് ലാലേട്ടനിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് തുടരും എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ലാലേട്ടന്റെ അഭിനയം കാണാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ചില പ്രമുഖരെല്ലാം തന്നെ വലിയ അഭിനയമാണെന്നൊക്കെ പറഞ്ഞ് തിയേറ്ററുകളിൽ ആദ്യ ദിവസം അഭിപ്രായം വരും. പക്ഷെ ആ സിനിമ കാണുന്നതിനേക്കാൾ വേറെ ലെവൽ ഇമ്പാക്റ്റ് ആണ് ലാലേട്ടന്റെ തുടരും തിയേറ്ററുകളിൽ ഉണ്ടാക്കിയത്. അങ്ങനെ ഒരൊറ്റ സിനിമയിലൂടെ നടനായും താരമായും തിളങ്ങിയ ലാലേട്ടന് എല്ലാവിധ ജന്മദിനാശംസകളും നമ്മുടെ ചാനലിന്റെ പേരിൽ നേരുന്നു. നാളത്തെ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.